ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ഇന്നും ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസിനും തന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും തേങ്ങയും ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചധിക സമയം ഒന്ന് നല്ലതുപോലെ മാവിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്കിതിനെ കുഴച്ച് യോജിപ്പിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി കുറച്ച് ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിൽ ഉരുളകളാക്കി ഉരുട്ടി മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ തടകിയതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, പൊളി ടേസ്റ്റാണ്. ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ വിശേഷ ദിവസങ്ങളിൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. ഇത് കൈപ്പത്തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലമൊക്കെ കൈ കൊണ്ട് മുത്തശ്ശിമാരും അമ്മമാരൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ എളുപ്പത്തിനൊരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ടിട്ട് നമ്മൾ പരത്തുമ്പോഴത്തേക്ക് ചെറിയ കട്ടിയിലിരിക്കും. അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെറുതായിട്ട് കട്ടി കുറവായിരിക്കും. ഇപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലവരുടെയൊക്കെ വീട്ടിൽ ഉറട്ടിച്ചട്ടി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിനായിട്ടൊരു മൺചട്ടി ഉണ്ടാകും. അതിൽ തയ്യാറാക്കിയെടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൈപ്പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ കൈപ്പത്തിരി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.